സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയാണ് ഉള്ളത്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ രാത്രി പെയ്ത മഴയിലും ഇന്നുമായി നിരവധി ഇടങ്ങളിലും, അതായത് വീടുകളിലും കടകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്ക് അതേപോലെ തന്നെ കോട്ടയം താലൂക്ക് ഒക്കെ വെള്ളത്തിനടിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ചങ്ങനാശ്ശേരി ജില്ലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയായിരുന്നു. ഇന്നലെ പകൽ കുറച്ച് സമയം മഴ മാറി നിന്നെങ്കിലും വീണ്ടും രാത്രിയോടുകൂടി വീണ്ടും മഴ ശക്തമാവുകയായിരുന്നു. അതോടെ രാത്രിയിൽ എല്ലാവർക്കും മൊബൈൽ ഫോണുകളിലൊക്കെ മുന്നറിയിപ്പുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആളുകളെ പരിഭ്രാന്തരാക്കി. ഫോണുകളിൽ അലാറം അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നറിയിപ്പ് എത്തിയതോടെ ആളുകളൊക്കെ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ മീനച്ചിലാറ് മണിമലയാർ ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. ഞാനിപ്പോഴുള്ളത് കോട്ടയം താഴത്തങ്ങാടി പ്രദേശത്താണ്. ഇവിടെ റോഡിലാണ് നിൽക്കുന്നത്. പക്ഷേ തൊട്ടടുത്തു കൂടിയാണ് മീനച്ചിലാർ കടന്നു പോകുന്നത്. ആറേതാണ് തോടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ആളുകൾ വാഹനങ്ങളെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വീടുകളിലൊക്കെ ആളുകൾ കഴിയുന്നുണ്ട്. എന്നാൽ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് ഇനി ഉയരാനാണ് സാധ്യത. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലാ മേഖലയിലും ഇതിന് സമാനമായി തന്നെ മീനച്ചിൽ താലൂക്കിൽ പല ഭാഗങ്ങളിലും, പാലാ നിയോജകമണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെള്ളക്കെട്ടിലും മറ്റും ഇറങ്ങുന്നതും യാത്ര ഒഴിവാക്കണമെന്നൊക്കെയുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആളുകൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും റെസ്പോൺസ് ടീമിനെയും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്താൻ മടിക്കുകയാണ്. കാരണം അവിടെ ഭക്ഷണം, അതേപോലെ തന്നെ ശുചിമുറി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ച് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നതിന് മടി കാണിക്കുന്നുണ്ട്. എന്നാൽ ആളുകളെ നിർബന്ധിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ വെള്ളത്തിൽ മറ്റും പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ആളുകളെ നിർബന്ധിച്ച് മാറ്റേണ്ട സ്ഥലങ്ങളിൽ പോലീസിൻ്റെയും മറ്റും സഹായം തേടിക്കൊണ്ട് തന്നെ ആളുകളെ മാറ്റുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് റോഡുകളിലൊക്കെ മുന്നറിയിപ്പ് ബോർഡുകളും അതേപോലെ തന്നെ ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കോട്ടയത്തു നിന്നും വൈക്കത്തേക്ക് പോകാനുള്ള കുമരകം വഴി പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും മില്ലിക്കൽ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്തത്ര ഉയരത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ട് ഓരോ സ്ഥലത്തും വാഹനങ്ങൾ തടയുകയും വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പരമാവധി ആളുകളോട്, ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്, അത് പരമാവധി ആളുകളോട് പുറത്തിറങ്ങാതെ, എന്ന് വെച്ചാൽ ഈ വെള്ളക്കെട്ടും മറ്റും കാണുന്നതിന് വേണ്ടി പുറപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവരോട് അത്തരം പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കണം. മത്സ്യബന്ധനം, അതേപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന തേങ്ങപിടുത്തം, അങ്ങനെയുള്ള തടിപിടുത്തം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ മാറി നിൽക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ പോലീസിനെയോ അറിയിച്ചുകൊണ്ട് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരികയാണ്. വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നിലവിൽ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പുറത്തു വരും. ഏതായാലും ആശങ്കാകരമായ ഒരു സാഹചര്യം തന്നെയാണ്. 2018 പ്രളയത്തിന് സമാനമെന്ന രീതിയിൽ അത്രത്തോളം ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതിനൊപ്പം 2018 പ്രളയത്തിൻ്റെ സമയത്തെ ജലനിരപ്പിന് ഒപ്പം ഈ കോട്ടയം ജില്ലയിൽ, കോട്ടയം താലൂക്കിൽ പ്രത്യേകിച്ച് ജലനിരപ്പ് എത്തിയേക്കുമെന്നുള്ള ഒരു സ്ഥിതി തന്നെയാണ്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് വീണ്ടും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കിഴക്കൻ മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിൽ അവിടെ വെള്ളം താഴുന്നതനുസരിച്ച് കോട്ടയം താലൂക്ക് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ, കോട്ടയം താലൂക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ കോട്ടയം നഗരസഭയുടെ നല്ലൊരു ശതമാനവും വെള്ളത്തിനടിയിലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതേപോലെ തന്നെ സമീപ പഞ്ചായത്തുകളായ ഐമനം, ആർപ്പൂക്കര, തിരുവാർപ്പ് പഞ്ചായത്തുകളിലൊക്കെ വലിയൊരു പ്രദേശം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റുമാനൂർ നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങൾ, അയർക്കുന്നം പഞ്ചായത്ത്, മണർകാട് പഞ്ചായത്ത്, ഈ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പടിഞ്ഞാറ്
പടിഞ്ഞാറേക്ക് പോവുകയാണെങ്കിൽ ചങ്ങനാശ്ശേരിയും ചുറ്റുവട്ടത്തെയൊക്കെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് ഇനിയും ഉയരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം റോഡ് ഏത് തോട് ഏത് എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ആളുകളെല്ലാം റോഡിൽ കൂടി വളരെ ബുദ്ധിമുട്ടിയാണ് ആ വെള്ളക്കെട്ടും താണ്ടി നടന്നു വരുന്നത്. അപ്പോൾ കൂടുതലായും ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് അല്ലേ? തീർച്ചയായും. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം നഗരസഭയിൽ നഗരസഭാ പരിധിയിൽ വരുന്ന താഴത്തങ്ങാടി എന്ന സ്ഥലത്താണ്. ഇവിടെ മീനച്ചിലാറിനോട് ചേർന്ന് തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. ഇതുവഴിയാണ് കുമരകത്തേക്കൊക്കെ ആളുകൾ കോട്ടയത്തു നിന്നും കടന്നു പോകുന്ന ഒരു പ്രധാന റോഡാണിത്. കോട്ടയത്തു നിന്ന് മറ്റൊരു റോഡ് കൂടെയുണ്ട്, തിരുവാതിക്കൽ വഴി പോകുന്ന റോഡ്. ആ റോഡിലും വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കുമരകം ഭാഗത്തേക്കൊക്കെ പലയിടങ്ങളും അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടവും തിരുവാർപ്പൊക്കെ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുവഴി വേണം തിരുവാർപ്പ് പഞ്ചായത്തിലേക്ക് കടന്നു പോകുവാൻ, കുമരകം പഞ്ചായത്തിലേക്ക് കടന്നു പോകാനൊക്കെ ഈ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഇനിയും ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ മണിക്കൂറുകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ, അതായത് പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ, നഗരസഭാ അധികൃതരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തി പരിശോധന നടത്തി ആളുകൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വരികയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായം ആവശ്യമെങ്കിൽ വിളിക്കുന്നതിന് വേണ്ടി ഫോൺ നമ്പറുകളും എല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ആളുകൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ വിളിക്കുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പറുകളെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇനിയും ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആറിനക്കരെയുള്ള റോഡുമൊക്കെ വെള്ളത്തിനടിയിൽ തന്നെയാണ്. ആളുകളൊക്കെ വാഹനങ്ങളും സാധന സാമഗ്രികളും ഒക്കെയായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നിരവധി ആളുകൾ മാറുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും സ്ഥിതി എന്ത് എന്ന് അറിഞ്ഞ ശേഷം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് കരുതി വീടുകളിൽ കഴിയുന്നവരുണ്ട്. ഇന്നലെയും നമ്മൾ ഈ ഭാഗങ്ങളിൽ കൂടി വന്നു പോയതാണ്. അപ്പോൾ ഈ പാറേപ്പാടം അമ്പലം ഭാഗം, ആ പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. അവിടെയൊക്കെ നിരവധി കുടുംബങ്ങളിൽ നിന്നും ആളുകൾ ഗൃഹോപകരണങ്ങളൊക്കെ വെള്ളത്തിൽ ആവാതിരിക്കാൻ വേണ്ടി ഉയർത്തി വെക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവർ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ വീടുകളിൽ അകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ തുരുത്തു പോലുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാലും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായി ആളുകൾ ഇപ്പോഴും വീടുകളിൽ തന്നെ കഴിയുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആലോചിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ ഒരു സ്വകാര്യത നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ഒരു അഭാവം, അല്ലെങ്കിൽ ശുചിമുറികളുടെ ലഭ്യതക്കുറവ്, അത്തരം പ്രതിസന്ധികളൊക്കെയാണ് ആളുകളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ വീടുകൾ വിട്ടു പോകാൻ തയ്യാറാകാത്തത്. മറ്റൊരു കാരണം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്നുള്ള ഒരു ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് വെള്ളം ഉയരുമ്പോൾ അതിനനുസരിച്ച് ഇഷ്ടികയും മറ്റും ഉപയോഗിച്ച് കട്ടിലുകൾ, അതേപോലെ ഫർണിച്ചറുകൾ, മറ്റ് ഗൃഹോപകരണങ്ങളെല്ലാം ഉയർത്തി വെക്കുകയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഉയർന്നു വരുന്നത് ഒട്ടും അപരിചിതമായ ഒരു കാര്യമല്ല, അവർക്ക് പരിചിതമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ നിലവിലെ ഒരു മഴയുടെ തോതും അതേപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുർഘടഘട്ടവും എല്ലാം മൂലം വളരെ അപ്രതീക്ഷിതമായി വളരെ വേഗത്തിലാണ് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പലപ്പോഴും കണക്കുകൾ തെറ്റുകയാണ്. മഴയുടെയൊക്കെ കണക്കുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ അപ്രതീക്ഷിതമായാണ് മഴ എത്തുന്നതും വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അളവിലുള്ള മഴ ലഭിക്കുന്നതുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ കണക്കുകൂട്ടലുകളൊക്കെ പലപ്പോഴും പല ഘട്ടത്തിലും തെറ്റിപ്പോകുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ വെള്ളം, കാരണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഒരു ജലനിരപ്പിനേക്കാൾ പല അടി മുകളിലായിക്കാണ് നേരം വെളുക്കുമ്പോഴുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് കണക്കുകൂട്ടലുകൾ തെറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകരുതൽ എടുക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ കളക്ടറും അതേപോലെ ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വീടുകളിൽ തന്നെ കഴിയുന്ന സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടുകളും മുന്നറിയിപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോഴും ആളുകൾ വാഹനങ്ങളുമായിട്ടും റോഡിലേക്ക് ഇറങ്ങുന്നു. വെള്ളക്കെട്ടുകളിൽ കൂടി പോകുന്നതിന് വേണ്ടി ഉയരമുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് പുറത്തിറങ്ങുന്നവരൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഇതൊക്കെ വരും മണിക്കൂറുകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, അപകടങ്ങൾക്ക് കാരണമായി മാറും അതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും മഴ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മണിക്കൂറായി മഴ സ്വല്പം ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കോട്ടയം ജില്ലയിൽ. പ്രശാന്ത്, വീടുകളിൽ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വെള്ളത്തിന്റെ അളവ് കൂടി ഉയർന്നു വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വ്യാപാരികൾക്കും തികച്ചും ഒരു ആശങ്ക തന്നെയാണല്ലേ?
തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലും പാലായിലും ഒക്കെ സംഭവിച്ചതാണ്. കാരണം ഈ പൂഞ്ഞാറ്, തീക്കോയി അടക്കമുള്ള മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി മലവെള്ള പാച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയായിരുന്നു. അത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം 2 ആഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം ആവുകയാണ്. അതോടൊപ്പം തന്നെ അതിനു മുന്നേ തന്നെ ഓണത്തിൻ്റെ ഓഫറുകൾക്കൊക്കെ വേണ്ടി സ്റ്റോക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ സ്റ്റോക്കൊക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഈ മഴവെള്ളം കുതിച്ചെത്തി വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ തോതിൽ സ്റ്റോക്കൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഗൃഹോപകരണ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ മറ്റ് പലചരക്ക് കടകൾ അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി വലിയ തോതിൽ നാശനഷ്ടം പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈരാറ്റുപേട്ടയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായത്. അത്തരത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക തന്നെയാണുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു മഴ ശക്തമായതിനെ തുടർന്ന്, ഇന്നലെ മഴ വീണ്ടും ശക്തമായതിനെ തുടർന്ന് വ്യാപാരികൾ വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ സാധനങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻ വർഷങ്ങളിലൊക്കെ ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. പലയിടത്തും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.